അപ്പോൾ ഇന്ന് നമുക്കൊരു സാമ്പിളായിട്ടുള്ള ലെഗ് വർക്കൗട്ടിൻ്റെ ഷെഡ്യൂൾ നോക്കാം. അപ്പോൾ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് ഒരു 2 സെറ്റ് ഫ്രണ്ട് സ്ക്വാട്ട്. അപ്പോൾ ഒരു സെറ്റ് ഓൾറെഡി ചെയ്തു, 2ാം സെറ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ ഒരു 3 സെറ്റ് ബാക്ക് സ്ക്വാട്ട്, പിന്നെ ഒരു ബൾഗേറിയൻ സ്പ്ലിറ്റ്സ് ലഞ്ചസ്, പിന്നെ ഒരു ലെഗ് എക്സ്റ്റൻഷൻ, കാഫ് പ്രസ്, പിന്നെ ഒരു ഹാംസ്ട്രിങ് കൾസ്. ഈ 5 വർക്കൗട്ടാണ് ഇന്ന് നമുക്കൊരു സാമ്പിളായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ അതിലൊരു മാക്സിമം ഷോർട്ടായിട്ട് വീഡിയോ എടുത്ത് ക്ലിപ്പായിട്ട് ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് 6 മിനിറ്റ്സിനുള്ളിൽ തീർക്കുന്ന രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് സ്ക്വാട്ട് ചെയ്യാം. ഫ്രണ്ട് സ്ക്വാട്ട് ഓൾറെഡി ഒരെണ്ണം ചെയ്തതാണ്, 2ാമത്തെ സെറ്റ് അത്. ഓക്കെ, ഒരു സെറ്റ് കൂടെ ചെയ്യാം. ഇത് ഇപ്പം 3 പ്ലേറ്റ് ഉണ്ട്. 3 പ്ലേറ്റ് 6 റെപ്പ് മാക്സ്. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഒരു സെറ്റ് ചെയ്തായിരുന്നു, ഇപ്പോൾ 2 സെറ്റ് ചെയ്തു. ഇപ്പോൾ 3ാമത്തെ ഒരു സെറ്റ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു 6 റെപ്പ് മാക്സ് ചെയ്ത് നോക്കാമെന്ന് കരുതി. ഓക്കെ, നോക്കട്ടെ. നേരത്തെ ഫ്രണ്ട് സ്ക്വാട്ട് 6 റെപ്പ് മാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ 6 റെപ്പ് പോയില്ല, 4 ഫെയിലായി. ഇനി ഒരു 2 സെറ്റ് ബാക്ക് സ്ക്വാട്ട് കൂടെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് സെറ്റ് ചെയ്ത് ഞാൻ ബാറിന്ന് മാറി. ഇപ്പോൾ ബാർ 20 kg ബാറായിരിക്കുന്നത്. നേരത്തെ 20 kg 2 കിലോ കുറവ് 15 കിലോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സെൻറ്റർ നീലിംഗ് ഇല്ല, അതുകൊണ്ട് ആ ബാർ ഞാൻ ഫ്രണ്ട് സ്ക്വാട്ടിന് ഉപയോഗിച്ചത്. ഇത് ഇതിന് സെൻറ്റർ നീലിംഗ് ഉണ്ട്, സെൻറ്റർ നീലിംഗ് ഉള്ള ബാറാണ്. അപ്പോൾ ഇത് ബാക്ക് സ്ക്വാട്ടിന് ഉപയോഗിക്കാം. അടുത്ത സെറ്റ് പോകാം. സെക്കൻഡ് സെറ്റ് ഒരു 8 റെപ്പേക്ക് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എത്ര പോകും നോക്കാം. 3 പ്ലേറ്റും ഉണ്ട്, പക്ഷേ ഇത് പോകൊണ്ടാണ് നോക്കാം. ഞാൻ ശരിക്കും ഫ്രണ്ട് സ്ക്വാട്ടും ബാക്ക് സ്ക്വാട്ടിനോട് കൂടി 5 സെറ്റിൽ നിർത്താമെന്ന് വിചാരിച്ചാൽ, പക്ഷേ സ്ക്വാട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഒരു സെറ്റ് കൂടി അടിക്കാമെന്ന് വിചാരിച്ചു. മൊത്തം രണ്ടുകൂടെ കൂടി 6 സെറ്റായി.
അപ്പം 100 കിലോ അടിക്കാമെന്നൊരു ആഗ്രഹം. അതാണ് സ്കോട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വെയിറ്റ് ആടി അടിക്കാൻ ഉള്ളിൽ നിന്ന് പറയും അടിക്കടിക്കുന്നു പറയും. അതുകൊണ്ട് കുറച്ച് ബെൽറ്റും അതുപോലെ തന്നെ ഇത് നീ ബാൻഡ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നോക്കാം, 100 കിലോ ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത് കെട്ടിയിട്ട് എത്രയാവും നോക്കാം. ഓക്കെ, ശരിക്കും ഇതില്ലാതെ ഞാൻ 100 കിലോ അടിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പം എന്തോ സേഫ്റ്റി ഐറ്റംസൊക്കെ ഉപയോഗിച്ച് 100 കിലോ അടിക്കാമെന്ന് തോന്നുന്നു ഉള്ളിൽ നിന്ന്. ഞാൻ അതിന് മുന്നേ ഇത് കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് കെട്ടാം. നൂറ് കിലോ നോക്കാം. 2 reps നോക്കാം. 2 reps. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ മെയിനായിട്ട് സ്കോട്ടാണ് ചെയ്യാറ്. എൻ്റെ വർക്കൗട്ട് ഷെഡ്യൂളിൽ ഫുള്ള് ലെഗ് ആണെങ്കിൽ സ്കോട്ട്, ഫ്രണ്ട് സ്കോട്ട്, ബാക്ക് സ്കോട്ട്, ഓവർ സ്കോട്ട്, അങ്ങനെ ഫസ്റ്റ് മെയിൻ സ്കോട്ടാണ് ചെയ്യുക. പിന്നെ സെക്കൻഡ് അതുപോലെ തന്നെ തേർഡൊക്കെ ആയിട്ടാണ് അടുത്ത എക്സസൈസുകൾ കൂടുതലും ചെയ്യാറ്. പിന്നെ ഇത് ബൾഗേറിയൻ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞത് അത് 2-3 സെറ്റാണ് ചെയ്യാറ്. അത്ര
ഇതിപ്പോൾ കുറച്ചായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കൗട്ട് ഷെഡ്യൂളാണ്. സ്ക്വാട്ട്, ബൾഗേറിയൻ സ്പ്ലിറ്റ്, ലെഗ് എക്സ്റ്റൻഷൻ, കാഫ് പ്രസ്, ഒരു കാഫ് റൈസ് ഓർ സീറ്റഡ് കാഫ് റൈസ് ചെയ്തതും, പിന്നെ ഒരു ഹാംസ്ട്രിങ്. നല്ലൊരു ഷെഡ്യൂളാണിത്. ഇത് ചെയ്യുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ലെഗ് തീരും. ഫസ്റ്റ് സ്ക്വാട്ടിൽ തന്നെ ലെഗ് തീരും. നല്ല രീതിയിൽ സ്ക്വാട്ട് ചെയ്താൽ പിന്നെ വേറൊക്കെ നൈസായിട്ട് ചെയ്ത് പോയാൽ മതി. ഇതിനകത്ത് ഞാൻ വാമപ്പിൻ്റെ വീഡിയോയും സ്ട്രെച്ചിൻ്റെ വീഡിയോ ഒന്നും ഉൾപ്പെടുത്തുന്നില്ല. ഇത് ഓൾറെഡി ഞാൻ അത് 2 വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ കാണാം. ബൈ.